ഹലോ ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ചുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുൽ സുഭാഷ് ഒരുപക്ഷെ ഇപ്പോൾ വാർത്തകളിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു മലയാളി മാധ്യമങ്ങളിൽ. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നാഷണൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തിരുന്നൊരു വിഷയമായിരുന്നു അതുൽ സുഭാഷിൻ്റെ ആത്മഹത്യ. അദ്ദേഹം ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യം, അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ എല്ലാം വ്യക്തമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം മരിക്കുന്നത്. ഏകദേശം 24ഓളം പേജ് വരുന്ന ആത്മഹത്യാക്കുറിപ്പ്, അതുകൂടാതെ 3 പേജോളം വരുന്നൊരു കത്ത്, പ്രസിഡന്റ് അയച്ചത് NGOസിന് അദ്ദേഹം കത്തുകൾ അയക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം ഇദ്ദേഹം ഒരു 1.5 മണിക്കൂറുള്ള വീഡിയോ അത് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ ടാഗ് ചെയ്തിട്ടാണ് ആ പോസ്റ്റ് ട്വിറ്ററിൽ ഇട്ടിരിക്കുന്നത്. ബൈ ദ ടൈം യു റീഡ് ഇറ്റ് ഐ വിൽ ബി ഡെഡ് എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ വിഷയം ചർച്ച ചെയ്യാൻ എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വളരെ അസാധാരണമായ സംഭവമാണ്. ഇത്രയും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. അതല്ലാതെ പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട് കള്ളക്കേസിന്റെ പേരിൽ. നമ്മുടെ നാട്ടിലെ ഒരു നിയമം ശക്തമായി കൊണ്ടുവരുമ്പോൾ മറ്റൊരു സൈഡിൽ ദുർബലമാക്കപ്പെടുന്നൊരു വിഭാഗമുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. സ്ത്രീകള് കാലാകാലങ്ങളായി അനുഭവിച്ചു വരുന്ന അസമത്വം, ചൂഷണം, പീഡനം ഇതിനൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകളുടെ സുരക്ഷ, അതിനൊക്കെ വേണ്ടി നമ്മുടെ നാട്ടിൽ വളരെ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് കൂടുതൽ പ്രിഫറൻസ് നൽകുന്ന രീതിയിലാണ് ആ നിയമങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അതിലൊരു അന്യായം കാണാൻ ഞാൻ ശ്രമിക്കുന്നില്ല. കാരണം എത്രയോ കാലം അടിച്ചമർത്തപ്പെട്ടവരാണ്, എത്രയോ കാലം ചൂഷണം ചെയ്യപ്പെട്ടവരാണ്, എത്രയോ കാലം പീഡിപ്പിക്കപ്പെട്ടവരാണ്. അത്തരത്തിലൊരു സാമൂഹിക പശ്ചാത്തലമുള്ള അവർക്ക് ഇപ്പോഴും സമത്വം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും എത്തിപ്പിടിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ശതമാനത്തിലേക്ക് ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്ന, ജെൻഡർ ഈക്വാലിറ്റിയെ പൊക്കിപ്പിടിക്കുന്ന സംവിധാനങ്ങളും മനുഷ്യരും ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് പൂർണ്ണമായും ആ ഒരു നിലയിലേക്ക് നമ്മൾ ഉയർന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നിയമങ്ങൾ നമ്മൾക്ക് ആവശ്യമായി വന്നത്. പക്ഷേ മറുവശത്ത് ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അതിന് ഏറ്റവും ലേറ്റസ്റ്റായ ഇരയാണ് അതുൽ. ഈ ഒരു വിഷയത്തെക്കുറിച്ച് ധാരണയില്ലാത്തവർക്ക് ഞാനൊന്ന് ചുരുക്കി പറയാം. അതുൽ സുഭാഷ് ഒരു യുവാവാണ്. അദ്ദേഹം ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഒരു ടെക്കിയാണ്, ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറയാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഉയർന്ന ഒരു തസ്തികയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. പ്രൈവറ്റ് ഫേമിലാണ് ജോലി ചെയ്യുന്നത്. വിവാഹിതനായിരുന്നു, ഉത്തർപ്രദേശുകാരനാണ്. ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം തന്നെ വധുവിനെ കണ്ടെത്തിയത്. അതിനുശേഷം കല്യാണം കഴിഞ്ഞ് അവർ ബാംഗ്ലൂരേക്ക് എത്തുന്നു. ഇവിടെ എത്തിയ ശേഷം ഭാര്യയ്ക്കും ജോലി ലഭിക്കുന്നുണ്ട്. ഭാര്യയുടെ പേര് നിക്കിത സിംഘാനിയ എന്നാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുണ്ടാകുന്നു. പക്ഷേ ഈ സ്ത്രീ നിക്കിതയുടെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാശ് മുഴുവൻ സ്വന്തം വീട്ടുകാർക്ക് കൊടുക്കണം. ഒരു അനിയനുണ്ട്, അനുരാഗ് എന്ന് പറയുന്നത്. അവന്റെ ആവശ്യത്തിന് വേണ്ടി കാശ് കൊടുക്കുക, വീട്ടുകാർക്ക് വേണ്ടി കാശ് കൊടുക്കുക. ഇത് ഇവരുടെ ഇടയിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കി. കാരണം ഈ സമ്പാദിക്കുന്ന കാശ് മുഴുവനും ഭാര്യയുടെ വീട്ടുകാർക്ക് കൊടുക്കണം, ഭർത്താവിന്റെ വീട്ടുകാർക്ക് കൊടുക്കണം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എന്ന് കരുതി ഇത് മുഴുവനും ഒരു വീട്ടുകാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുമല്ലോ. ആ പ്രശ്നത്തിന്റെ ഒടുവിൽ ഇവർ ഡിവോഴ്സായി. ഡിവോഴ്സിലെ സെറ്റിൽമെന്റ് അനുസരിച്ചിട്ട് 40,000 രൂപ മാസം അത് ജീവനാവശ്യമായിട്ട് കൊടുക്കണം. കുഞ്ഞുണ്ടല്ലോ, അപ്പോൾ കുഞ്ഞിന്റെ സംരക്ഷണത്തിനൊക്കെ ആയിട്ട് 40,000 രൂപ മാസം കൊടുക്കണം. അത് ഇദ്ദേഹം കൊടുത്തു പോരുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള പ്രശ്നം, ഈ പെണ്ണ് ഇയാളെ ദ്രോഹിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. തുടർച്ചയായിട്ട് ഇയാൾക്കെതിരെ കേസ് കൊടുക്കുക. ഗാർഹിക പീഡനം അനുസരിച്ച് കേസ്, സ്ത്രീധന നിയമം അനുസരിച്ച് കേസ്. പിന്നെ വിവാഹിതരാണെങ്കിൽ പോലും കൺസെന്റ് കൂടെ ആയിരിക്കണമല്ലോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത്. അപ്പോൾ കൺസെന്റ് കൂടി ഇല്ലാത്ത ലൈംഗിക ബന്ധം നടത്തിയെന്ന് പറഞ്ഞ കേസ്, അൺനാച്ചുറലായിട്ടുള്ള പ്രകൃതി വിരുദ്ധമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിന് പ്രേരിപ്പിച്ചെന്ന കേസ്. അങ്ങനെ തുടർച്ചയായി 8-9 കേസുകളാണ് ഇയാൾക്കെതിരെ കൊടുക്കുന്നത്. ഇയാൾ ഈ ബാംഗ്ലൂരുള്ള മനുഷ്യൻ ഈ കേസിന് നടത്തിപ്പിനായി ഉത്തർപ്രദേശിലേക്ക് യാത്ര ചെയ്യണം. ഒരു വർഷം 40-50 തവണ ഈ കേസിന് വേണ്ടി തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു കേസിൽ കോടതി ഇറങ്ങുന്നതിന്റെ മാനസിക സംഘർഷം. ഒരു കേസ് നമ്മുടെ ജീവിതം തന്നെ തൊലഞ്ഞു അതിനുവേണ്ടി കയറി ഇറങ്ങി. അപ്പോഴാണ് ഈ 8-10 കേസുകൾ ഇയാൾക്കെതിരെ വരുന്നത്. ഇയാൾക്ക് ഒരു വർഷം ഇത്രയും തവണ കോടതിയിൽ കയറി ഇറങ്ങേണ്ട സാഹചര്യം വരുന്നത്. അത് ഒരു സംസ്ഥാനത്ത് തന്നെയുള്ള കോടതിനെ കുഴപ്പമില്ല. ഇത് ഇവിടെ നിന്ന് യാത്ര ചെയ്ത് ഉത്തർപ്രദേശിൽ പോകണം, ഇവിടെ ജോലിയുണ്ട്, ഈ ജോലിയുടെ ഇടയിൽ വേണം പോകാനായിട്ട്. ഇദ്ദേഹത്തെ ഇതുവരെയായിട്ട് ആ സ്ഥാപനം ചോദ്യം ചെയ്തിട്ടില്ലാണെങ്കിൽ അയാൾ എത്രമാത്രം പ്രഷറിട്ട് അയാളെ ജോലി തീർത്തിട്ടായിരിക്കണം ഈ കേസ് നടത്താൻ വേണ്ടി അദ്ദേഹം പോയിട്ടുണ്ടാവുക. ഏറ്റവും വലിയ ദ്രോഹം അയാൾക്കെതിരെ ചെയ്തത് കൊലപാതക കുറ്റത്തിന് കേസ് കൊടുത്തു ഇയാൾക്കെതിരെ. ഈ നിഖിതയുടെ അച്ഛൻ രോഗാതുരനായിരുന്നു. ആ ഒരു കാരണം പറഞ്ഞിട്ടാണ് ഇവളുടെ വിവാഹം നേരത്തെ നടത്തുന്നത് തന്നെ. അങ്ങനെ രോഗാതുരനായി അച്ഛൻ മരിച്ചു. ആ മരണം കൊലപാതകമാണ്, ആ കൊലപാതകത്തിന് കാരണം ഇവനാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കെതിരെ കേസ് കൊടുത്തു. പിന്നെ ആ കേസ് ഇയാൾ പുറകെ നടന്ന് കോടതി തള്ളിപ്പ്. ഇത് വെറുതെ കിട്ടുന്ന പൈസയിലല്ലോ കേസ് നടത്താനായിട്ട് വക്കീലിന് കാശ് കൊടുക്കണ്ടേ. 8-9 കേസൊക്കെ നടത്തുന്നവർ ചിലവ് എവിടെ ചെന്ന് നിൽക്കുന്നവർ. അതുകൂടാതെ ഇവൾക്ക് മാസം 40,000 രൂപ കൊടുക്കണം. അവന്റെ കാശ് കൊടുത്ത് ജീവിക്കുന്നിട്ട് അവനെതിരെ കേസ് കൊടുക്കുക. സത്യത്തിൽ ആ 1.5 മണിക്കൂറുള്ള വീഡിയോ, അല്ലെങ്കിൽ ആ 24 പേജുള്ള ആത്മഹത്യാക്കുറിപ്പ്, നമ്മൾ സാധാരണ ഇതിലൊരു വിഷയത്തിൽ പ്രതികരിക്കുമ്പോൾ ഒരു വീഡിയോ 1-2 തവണ കാണും, അല്ലെങ്കിൽ 2-3 തവണയെങ്കിലും വീഡിയോ കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വായിക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് അവലോകനങ്ങൾ കാണും. സത്യത്തിൽ എനിക്കിപ്പോഴും
ആ ആത്മഹത്യക്കുറിപ്പ് ഒന്നും കൂടി വായിക്കാനുള്ള ധൈര്യമില്ല. കാരണം ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ത് ഭീകരമായ അവസ്ഥയിലൂടെ ആയിരിക്കും ഞാൻ കടന്നു പോവുക. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളിലൂടെ ചിന്തിക്കും, ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ. കാരണം നിയമത്തിന്റെ സംരക്ഷണം ഉപയോഗിച്ച്, എന്തിനാണ് നിയമം ഇവർക്ക് സംരക്ഷണം കൊടുത്തിരിക്കുന്നത്? അത് ദുരുപയോഗം ചെയ്തിട്ട് ആ സംരക്ഷണം ഉപയോഗിച്ച് മറ്റൊരാളെ കൊല്ലാക്കൊല ചെയ്യുക, അയാളെ മരണത്തിലേക്ക് തള്ളിവിടുക. ഇദ്ദേഹം കോടതിയിൽ വെച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഇതിലും ഭേദം ഞാൻ മരിക്കുന്നതാണ് എന്ന്. അപ്പോൾ ഈ ഭാര്യ, കോടതിയിലുണ്ടായിരുന്ന ഭാര്യ പറയാണ്, എന്നാൽ നിനക്ക് പോയി ചത്തൂടെ? അത് കേട്ട് ആ കോടതിയിലിരിക്കുന്ന ജഡ്ജി, അവരൊരു സ്ത്രീയാണ്, അവർ പരിഹാസത്തോടെ ചിരിക്കുന്നു. ഈ ജഡ്ജി കേസിൽ നിന്നും ഇവനെ ഒഴിവാക്കി വിടുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപയാണ് കൈക്കൂലി ചോദിച്ചത്. ഉത്തർപ്രദേശിലാണല്ലോ, അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ബഹളമൊന്നുമില്ല. കേരളത്തിലെങ്ങാനും എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. പിന്നെ നമ്പർ 1 കേരളം എന്ന് പറഞ്ഞ് സംഭവമൊക്കെ ഇട്ട് ഇറങ്ങിക്കോ ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യാൻ. ഇത് പിന്നെ അങ്ങ് UP അതുകൊണ്ട് കുഴപ്പമില്ല, പറയേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് നിയമ സംവിധാനത്തിൽ നിന്ന് നിയമം നടത്തി കൊടുക്കേണ്ട ആള് കൈക്കൂലി തരികയാണെന്നുണ്ടെങ്കിൽ, 5 ലക്ഷം രൂപ കൈക്കൂലി തരികയാണെങ്കിൽ ഞാൻ നിന്നെ കുറ്റവിമുക്തനാക്കാം. പിന്നെ എന്തിനാണ് നീതി സംവിധാനം? ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ല. സ്ത്രീകൾക്ക് ഒരു പ്രത്യേക പരിഗണന നിയമ സംവിധാനത്തിലുള്ളത് കൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റ് 20 സംതിങ് അടുത്താണ് കർണാടക ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ഡിവോഴ്സ് കഴിഞ്ഞ് ജീവനാംശമായിട്ട് ആ സ്ത്രീ ആവശ്യപ്പെട്ടത് 6,16,300 രൂപ മാസം കൊടുക്കാൻ. ഇതെന്തുവാടേ ഇത്? മനുഷ്യന് ഇവിടെ 4-5 മാസം കഷ്ടപ്പെട്ടാൽ പോലും ഇത്രയും പൈസ കിട്ടില്ല. അപ്പൊ മാസം ഇവളുടെ ചെലവിലേക്ക് മാത്രം കൊടുക്കാനായിട്ട് 6 ലക്ഷം രൂപ. അതിൽ പറഞ്ഞിരിക്കുന്നത് ചെലവുകൾ കേൾക്കണം. 60,000 രൂപ ഭക്ഷണം കഴിക്കാൻ. 60,000 രൂപ, അതായത് ഒരു ദിവസം 2,000 രൂപയുടെ ഭക്ഷണം കഴിക്കുമോ ഒരു മനുഷ്യൻ? ഒരു നേരം 500 രൂപയ്ക്കോ ഭക്ഷണം കഴിക്കുന്നത്? ആന വളർത്താനുണ്ടാവില്ല ഇത്രയും ചെലവ്. അത് ജഡ്ജ് ഈ എക്സ്പെൻസിന്റെ സ്പ്ലിറ്റ് വെച്ച് അപ്പോൾ കൊടുത്തതാണ് 15,000 രൂപ ആക്സസറീസും ഡ്രസ്സും മേടിക്കാനായിട്ട്. അതിന് വീഡിയോ യൂട്യൂബിൽ കിടക്കുന്നുണ്ടാവും സംഭവം, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് ഞാൻ കിട്ടും. കർണാടക ഡിവോഴ്സ് കേസ് 6 lakhs എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. ആ ജഡ്ജ് ഇട്ട് പൊരിക്കുന്നുണ്ട് അതിനകത്തിട്ടിട്ട്. പിന്നെ 4 ലക്ഷത്തോളം രൂപ ചികിത്സയ്ക്ക് വേണ്ടി, 4 ലക്ഷം രൂപയുടെ ചെലവ്. കാലിന് എന്തോ ചികിത്സയുണ്ട്, ഫിസിയോതെറാപ്പി ചെയ്യാനായിട്ട് 4 ലക്ഷം രൂപ. എന്താ സ്വർണ്ണം ഇട്ടോ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് കാലിൽ? നമ്മളൊക്കെ കാലിൽ വാക്സ് ഒക്കെ ഇട്ടൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീംസ് ഒക്കെ ഇട്ടാണ് ചെയ്യുന്നത്. ഈ സ്വർണ്ണം ഇട്ടാണ് ഇനിയിപ്പോൾ 4 ലക്ഷം രൂപയ്ക്ക് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. ജഡ്ജി പറഞ്ഞ് സാധനം എടുത്തിട്ടൊന്ന് പോയിക്കോ, സ്വന്തമായിട്ട് സമ്പാദിച്ചിട്ട് ഉണ്ടായിക്കൊള്ളാൻ പറഞ്ഞത് മുഴുവനും. അങ്ങനെ പറയേണ്ട ഒരു ജഡ്ജി, അത് അനീതിയാണെന്ന് മനസ്സിലാക്കിയത് അനീതിയാണെന്ന് പറയേണ്ട ജഡ്ജി ഊറിച്ചിരിക്കുക, കൈക്കൂലി മേടിക്കുക. മറ്റൊരു സംഭവം, കേരള ഹൈക്കോടതിയുടെ CS ഡയസിന്റെ ബെഞ്ചിൽ, അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ വന്നൊരു കേസാണ്. ജാമ്യാപേക്ഷയായിരുന്നു. ഒരു പെൺകുട്ടി തന്റെ കസിൻസിനെതിരെ കേസ് കൊടുത്തു, ശാരീരികമായി ചൂഷണം ചെയ്തു എന്നാണ് കേസ്. പ്രായം കുറഞ്ഞവരായതുകൊണ്ട് അറിയാം അത് ഏത് കേസിൽ വരുന്നത്. ആ വാക്കൊന്നും നമുക്ക് ഇപ്പോൾ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കാൻ പറ്റില്ല, അതിന് വാർണിംഗ് ഒക്കെ അടിച്ചു തരുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് ഉപയോഗിക്കാത്തത്. അപ്പോൾ ആ ഒരു ആക്ടിന് കീഴിൽ വന്നിട്ടുള്ള കേസ്, സ്റ്റേഷൻ ജാമ്യമില്ല, നേരെ പൊക്കി റിമാൻഡ് ചെയ്യും. പിന്നെ ഒരു 4-5 തവണയെങ്കിലും സിറ്റിങ്ങിന് പോയാലേ ജാമ്യം കിട്ടുള്ളൂ ഈ സംഭവത്തിനൊക്കെ. 90 ദിവസം ആ കുട്ടികൾ ജയിലിൽ കിടന്നു. അവസാനം ഈ പെൺകുട്ടി സത്യവാങ്മൂലം എഴുതി കൊടുത്തു, പ്രതികാരം ചെയ്തതാ. പെൺകുട്ടിയുടെ പ്രേമത്തെക്കുറിച്ച് വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുത്തതിന് ഈ പെൺകുട്ടി പ്രതികാരം ചെയ്താണ് കാണുന്നത്. ഏറ്റവും ശക്തമായ നിയമമാണിത്. മറ്റൊരു സംഭവം എനിക്ക് തോന്നുന്നു ഉത്തർപ്രദേശിൽ തന്നെയാണ്. കുടുംബ പ്രശ്നം, അതിൻ്റെ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി അപ്പൂപ്പനെതിരെ കൊച്ചുമോളെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു. അവസാനം കോടതിക്ക് മനസ്സിലായ, കാരണം ഈ കോടതി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇവരുടെ ഈ മൊഴിയിൽ വരുന്ന വൈരുദ്ധ്യങ്ങൾ, സംഭവിച്ച കാര്യമാണെങ്കിൽ അത് വീണ്ടും അതേപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. സംഭവിക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പൊരുത്തക്കേട് വരും. ആ പൊരുത്തക്കേട് വെച്ച് മറ്റേ വക്കീൽ വാദിച്ചത് കൊണ്ട് ആ അപ്പൂപ്പൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അയാൾ ജയിലിൽ പോയി കിടക്കേണ്ടി വന്നേനെ. ഈ കുട്ടികൾ വേറൊരു വഴിയില്ലാതെ സത്യവാങ്മൂലം കൊടുത്തുകൊണ്ടാണല്ലോ. കാരണം പാരൻസും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം നടന്നത്. അവസാനം അവർ വന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് സത്യവാങ്മൂലം എഴുതി കൊടുത്തുകൊണ്ട് ആ കുട്ടികൾ രക്ഷപ്പെട്ടു. അതിൽ വളരെ പ്രസക്തമായൊരു കാര്യം CS ഡയസിന്റെ ബെഞ്ച് പറയുന്നുണ്ട്. ഇവർക്ക് വരുന്ന ഈ മാനഹാനിക്ക് ആര് കോമ്പൻസേഷൻ കൊടുക്കും? നമ്മുടെ നാട്ടിൽ ഒരു വിചാരം അനുസരിച്ചിട്ട് ഒരു കേസിൽ ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്താൽ മതി, പിന്നെ അയാൾ കുറ്റവാളിയാണ് ജീവിതകാലം മുഴുവനും. അയാൾ പുറത്തു വന്നാലും, അയാളുടെ നിരപരാധിത്വം തെളിയിച്ച് പുറത്തു വന്നാലും ജീവിതകാലം മുഴുവൻ സമൂഹത്തിന് അയാൾ കുറ്റവാളിയാണ്. ആ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്തായിരിക്കും? അത്തരത്തിൽ 9 കേസുകളാണ് ഈ അതുൽ സുഭാഷ് നേരിടേണ്ടി വന്ന ജീവിതത്തിൽ. ഞാൻ പറഞ്ഞത്, ആ വീഡിയോ നമുക്ക് ഒരു തവണ കൂടുതൽ കാണാൻ കഴിയില്ല. അതിനുള്ള മാനസിക ശക്തി നമുക്ക് ലഭിക്കില്ല. ആ കുറിപ്പ് നമുക്ക് പിന്നീട് വായിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അതിൻ്റെ ആ കുറിപ്പിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, അത് എന്നെ അങ്ങേയറ്റം വേദനിപ്പിച്ചൊരു കാര്യമാണ്. ഇയാൾ പറഞ്ഞത്രേ,
ഞാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ആരുണ്ട്. അപ്പോൾ ഇവരുടെ അമ്മായിമ്മ പറഞ്ഞതാ, നീ ചത്തൊടുങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേദനയിൽ അവരും ഒടുങ്ങിക്കോളും. എങ്ങനെയുണ്ട്? അത് എത്രമാത്രമാണ് വേദനിപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങൾ. അത്രയ്ക്ക് ക്രൂരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങി എന്നിട്ട് ഇവരെ തീറ്റിപ്പോറ്റുക മാസം 40,000 രൂപ കൊടുത്തിട്ട്. ആ കാശുകൊണ്ട് അവനെതിരെ തന്നെ കേസ്. ഞാൻ ടാക്സ് അടക്കുന്നതുകൊണ്ട് ശമ്പളം മേടിക്കുന്ന ആൾക്കാർ എന്നോട് തന്നെ കൈക്കൂലി മേടിക്കുന്നു, എന്നെ കള്ളക്കേസിൽ നിന്ന് ഒഴിവാക്കി തരാനായിട്ട്. എന്തൊരു ദുരവസ്ഥ. സത്യത്തിൽ ഇത്തരം കേസിലൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതുപോലുള്ള വീക്കർ സെക്ഷനെതിരെയാണ് കേസ് വരുന്നതെങ്കിൽ കോടതി ഈ ആർക്കെതിരെയാണോ പരാതി ഉന്നയിക്കുന്നത് അയാളെ കാണുന്നത് കുറ്റവാളിയായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ള കേസിൽ എങ്ങനെയാണ്? ബാക്കിയുള്ള കേസിൽ കോടതി കാണുന്നത് നിരപരാധിയായിട്ടാണ്. ഒരു മോഷണ കേസ് പരാതി വന്നു, ആ കേസിൽ ആരുടെ നേരെയാണ് കുറ്റം ചാർത്തുന്നത് അയാളെ കാണുന്നത് നിരപരാധിയായിട്ടാണ്. ഇയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കേണ്ട ബാധ്യത ആരാണോ പരാതി കൊടുക്കുന്നത് അയാൾക്കാണ്. പക്ഷെ ഇതുപോലുള്ള കേസുകളിൽ കോടതി ഈ വ്യക്തിയെ കാണുന്നത് കുറ്റവാളിയായിട്ടാണ്. താൻ കുറ്റവാളിയല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ഈ മനുഷ്യനാണ്. അത്തരത്തിൽ നമ്മളെ തളർത്തിക്കളയുന്നൊരവസരം. ഇപ്പോൾ ഒരു ഭാര്യയുമായിട്ട് കൺസെൻ്റ് ഇല്ലാതെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇയാൾ തെളിയിക്കുക? സത്യത്തിൽ അതുപോലെയുള്ള സാഹചര്യത്തിൽ പെടുന്ന പെൺകുട്ടികളെ രക്ഷിക്കുന്നതിന് വേണ്ടി, സംരക്ഷിക്കുന്നതിന് ഉണ്ടാക്കിയ നിയമമാണ്. ദുർബലമായ ഒരു പെൺകുട്ടി ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി, അവളുടെ അനുവാദമില്ലാതെ അവളെ അതിക്രമിച്ചു, ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് വരുമ്പോൾ അവളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ശക്തമായ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. അവളുടെ മൊഴി മാത്രം മതി, മറ്റ് തെളിവുകളുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആ ഒരു സാഹചര്യം ദുരുപയോഗം ചെയ്തിട്ടാണ് ഇതുപോലുള്ള കേസുകളിൽ ആൾക്കാരെ പെടുത്തുന്നത്. ഇനി ആ കേസ് കള്ളക്കേസാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ? കള്ളക്കേസാണെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തവൻ കൂളായിട്ട് ഇറങ്ങിപ്പോവും. കേസിൽപ്പെട്ടവൻ ജീവിതകാലം മുഴുവനും ആ അപമാന ഭാരം കൊണ്ട് ജീവിക്കണം. അദ്ദേഹത്തിൻ്റെ മരണക്കുറിപ്പിൽ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ചിതാഭസ്മം നീതി കിട്ടുന്നതുവരെ സൂക്ഷിച്ചു വെക്കണം. എനിക്ക് നീതി കിട്ടിയാൽ ഈ ചിതാഭസ്മം ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കണം. അതല്ല എങ്കിൽ കോടതിയിൽ മുന്നിലുള്ള ഓടയിൽ കൊണ്ട് ഒഴുക്കിക്കളഞ്ഞേക്ക്. എവിടെയാണ് അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം ഒഴുകേണ്ടത് എന്നത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.